ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് മെട്രിക്സിൻ്റെ 4th വീഡിയോയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു മെട്രിക്സിന് ഒരു സ്കെലാർ കൊണ്ട് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടത്. പക്ഷേ ഇവിടെ ഒരു മെട്രിക്സിനെ വേറൊരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു മെട്രിക്സ് എടുത്ത് മെട്രിക്സ് A is equal to 2, 5, 8, 10 ആൻഡ് B is equal to 5, 4, 50, 40. ഓക്കെ, എന്നിട്ട് ഞാൻ AB എടുക്കുവാണ്. ഓക്കെ, ദ പ്രൊഡക്റ്റ് ഓഫ് A ആൻഡ് B. അപ്പോൾ ഞാൻ അഡീഷനിലും സബ്ട്രാക്ഷനിലും ചെയ്തതെന്നാണ് കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എലമെൻസിനെ കൂട്ടുകയോ കുറയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ 2 into 5, 10, 5 into 4, 20 അങ്ങനെ എഴുതാൻ പറ്റില്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് ഒരു പ്രത്യേക രീതിയുണ്ട്. അതായത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ m/n ആണ്. അടുത്ത മെട്രിക്സിൻ്റെ ഓർഡർ n/p ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ n ക്യാൻസലായി mp ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കുവാണെങ്കിൽ ഇത് 2/2 മെട്രിക്സ് ആണ്, ഇതും 2/2 മെട്രിക്സ് ആണ്. ഇപ്പോൾ AB-യുടെ ഓർഡർ എന്തായിരിക്കണം? 2/2. ഇത് രണ്ടും കട്ടായി 2/2 ആയിരിക്കണം. AB-യുടെ ഓർഡർ എന്ന് പറയുന്നത് അതായത് അതിൽ 4 എലമെൻറ്റ്സ് ഉണ്ടാവും, 2 റോ 2 കോളം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് ഇൻറ്റു അപ്പുറത്തെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്സ്. ഓക്കെ, അതായത് 2 into 5 പ്ലസ് 5 into 50 അതായിരിക്കും ഫസ്റ്റ് ഇത്. ഓക്കെ, സെക്കൻഡ് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് റോ അങ്ങനെ തന്നെ വെച്ചിട്ട് അതിന് സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 into 4 പ്ലസ് 5 into 40. ഓക്കെ, ഇനി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതായത് 8 into 5 പ്ലസ് 10 into 50. പിന്നെ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് 8 into 4 പ്ലസ് 10 into 40. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ AB എന്ന് പറയുന്ന മെട്രിക്സ്. നമ്മളിതിൽ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 260, 208, 540, 432 എന്നാണ്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് കണ്ടു. സാധാ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ആണോ ചെയ്യേണ്ടത്? അല്ല. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം അങ്ങനെ ചെയ്യാം. പിന്നെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അങ്ങനെ കറസ്പോണ്ടിങ് പാർട്സ് മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്ച്ചങ്ങ് എടുക്കുക. അതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂള്. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോഴേക്കും മനസ്സിലായിട്ടുണ്ടാവില്ലെന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ എക്സാമ്പിൾ 2 ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഒരു മെട്രിക്സ് C is equal to 1, -1, 2, and 0, 3, 4. D is equal to 2, 7, -1, 1, 5, -4. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CD ആണ്. അപ്പോൾ CD-യുടെ ഓർഡർ ആദ്യം ചെക്ക് ചെയ്യാം, എത്ര എലമെൻ്റ് അതിലുണ്ടാവും എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2 റോ 3 കോളം. ഓക്കെ, 2 റോ 3 കോളം. ഇതെന്ന് പറയണത് 3 റോ 2 കോളം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് രണ്ടും കട്ടായിപ്പോയി. 2 into 2 മെട്രിക്സ് ആണ് നമുക്ക് വേണ്ടത്. അതായത് 4 എൻട്രീസ് ഉള്ള ഒരു മെട്രിക്സ്, 2 റോയും 2 കോളവും ഉള്ള ഒരു മെട്രിക്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതായത് 1 into 2 പ്ലസ് -1 into -1 പ്ലസ് 2 into 5. 1 into 2 -1 into -1 2 into 5. ഇനി ഇത് ഇൻറ്റു ഇത് 1 into 7 പ്ലസ് -1 into 1 പ്ലസ് 2 into -4. അതായത് ഇത് ഇൻറ്റു ഇത്, ഇത് ഇൻറ്റു ഇത്, ഇത് ഇൻറ്റു ഇത് ഫസ്റ്റായി. ഇനി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതായത് 0 into 2 പ്ലസ് 3 into -1 പ്ലസ് 4 into 5. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് 0 into 2 7 പ്ലസ് 3 into 1 പ്ലസ് 4 into -4. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ CD എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, ഇതിലെ വാല്യൂസിനെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നു 13 -2 17 -13. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും എന്ത് CD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ടെക്സ്റ്റിൽ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെയും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ,
അത് ചെയ്യുന്നില്ല, ഈ ഐഡിയ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ആദ്യത്തെ കേസ് തന്നെ എടുത്തു, എ ബി ചെയ്യുന്നു, ബി എ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ഇതിലാണെങ്കിൽ അപ്പോൾ ഈ രണ്ട് മൾട്ടിപ്ലിക്കേഷനും എ ബി എടുത്തു, ബി എ എടുത്തു. ഇത് രണ്ടും എന്തല്ല, സെയിം അല്ല. അഡീഷൻ ആണെങ്കിൽ സെയിം ആയിരുന്നു, എയും ബിയും കൂട്ടിയാലും ബി എയും കൂട്ടിയാലും സെയിം തന്നെ കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടില്ല. സോ ഇറ്റ് ഇസ് കോൾഡ് നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, ഗുണിച്ചാൽ സെയിം തന്നെ കിട്ടില്ല എന്ന് എപ്പോഴും ഓർക്കണം. ഓക്കെ, ഇനി ഒരു മെട്രിക്സിന് സീറോ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും സീറോ മെട്രിക്സ് തന്നെയേ കിട്ടുള്ളൂ. പക്ഷെ അല്ലാത്ത ഒരു സീറോ മെട്രിക്സ് അല്ല, ആ മെട്രിക്സിനെ വേറൊരു മെട്രിക്സ് കൊണ്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, സീറോ മെട്രിക്സ് കിട്ടാം. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതായത് എ എന്നുള്ള ഒരു മെട്രിക്സ് 0 - 1 0 2 ആൻഡ് ബി എന്നുള്ള മെട്രിക്സ് 3 5 0 0. ഓക്കെ, ഞാൻ എ ബി എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഇത് ആഡ് ചെയ്യുക, പിന്നെ ഇത് ഇൻറ്റു ഇത് 0 × 5 + -1 × 0 0 × 3 + 2 × 0 0 × 5 + 2 × 0. എന്ത് ചെയ്താലും നമുക്ക് അവസാനം 0 0 0 0 എന്ന് കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ, അതൊന്നും ഒന്നുകൂടെ ചെയ്യുന്നില്ല, മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. എ ബി എന്ന് പറയുന്നത് സീറോ മെട്രിക്സ് കിട്ടും. ഇത് രണ്ടും സീറോ മെട്രിക്സ് ആണോ, അല്ല. പക്ഷേ ഇവർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി, സീറോ മെട്രിക്സ് കിട്ടി. അപ്പോൾ രണ്ട് നോൺ സീറോ ആയിട്ടുള്ള മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ മെട്രിക്സ് കിട്ടാം എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് ഇവിടെ കാണിച്ചത്. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇറ്റ് ഈസ് അസോസിയേറ്റീവ്. ഓക്കെ, അതായത് എ ബി സി 3 മെട്രിക്സ് എ ബി സി, എനെ ബി കൊണ്ട് ഗുണിച്ചതിന് ശേഷം സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ബിനെയും സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് സെയിം തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടീവ്. സിമ്പിളാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ബിയും സിയും കൂടെ കൂട്ടി എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് എനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഓക്കെ, ഇനി ഒരു മെട്രിക്സിനെ, എ എന്നുള്ളൊരു മെട്രിക്സിനെ ഏതൊരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എ തന്നെ കിട്ടി. അപ്പോൾ ആ സംഭവം എന്താണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. തിരിച്ചും ചെയ്യാം, ഐഡൻറ്റിറ്റി മെട്രിക്സിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ തന്നെ കിട്ടും. അതായത് ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വെരിഫിക്കേഷനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുക. അതൊക്കെ തന്നെയാണ് കുറേ എക്സാമ്പിൾസ് തന്നെയായിട്ടും വരുന്നത്. ഓക്കെ, പിന്നെ എക്സസൈസ് 3.2 കുറേ ക്വസ്റ്റ്യൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.